നീ ഒരു കാര്യം ചെയ്, മുകളിലത്തെ നിലയിൽ പോയി അല്പനേരം വിശ്രമിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവളെ, നീ ഒരു തരത്തിലും വിഷമിക്കേണ്ടതില്ല. നിനക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നതെല്ലാം മിസ്റ്റർ പൊയ്റോട്ട് ചെയ്തിരിക്കും. ഇക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കരോലിൻ ഉർസുലയെ സാന്ത്വനിപ്പിച്ചുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. ഇല്ല, ഞാൻ ഫെൻലിയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്, അവൾ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കി. പക്ഷേ അവളുടെ എതിർപ്പ് വകവയ്ക്കാതെ കരോലിൻ അവളുടെ കൈകളിൽ ബലമായി പിടിച്ചു. വിഡ്ഢിത്തം പറയാതെ, നീ ഇപ്പോൾ എൻ്റെ കൈകളിലാണ്. എന്തെല്ലാം സംഭവിച്ചെന്ന് വന്നാലും നീ ഇപ്പോൾ എങ്ങോട്ടും പോകുന്നില്ല. അതല്ലേ ശരി മിസ്റ്റർ പൊയ്റോട്ട്? അതുതന്നെയാണ് നല്ലത്, പൊയ്റോട്ട് വ്യക്തമാക്കി. ഇന്ന് വൈകുന്നേരം 9 മണിക്ക് എൻ്റെ വീട്ടിൽ എല്ലാവരും ഒത്തുകൂടുന്നുണ്ട്. അവിടെ ഉർസുലയും ഉണ്ടാകണം, പൊയ്റോട്ട് തുടർന്നു പറഞ്ഞു. കരോലിൻ തലയാട്ടി സമ്മതിച്ചു. തുടർന്ന് ഉർസുലയുമായി അവൾ മുറിവിട്ടുപോയി. കഥ കടഞ്ഞു കഴിഞ്ഞപ്പോൾ പൊയ്റോട്ട് കസേരയിൽ വീണ്ടും ഇരുന്നു. കാര്യങ്ങളെല്ലാം കൂടുതൽ വ്യക്തമാവുന്നു, അദ്ദേഹം പറഞ്ഞു. എല്ലാ തെളിവുകളും വീണ്ടും വീണ്ടും ചെന്നെത്തുന്നത് റാൽഫ് പേറ്റണിലേക്ക് തന്നെയാണല്ലോ, ഞാൻ ദുഃഖഭാവത്തിൽ അഭിപ്രായപ്പെട്ടു. പൊയ്റോട്ട് അത് കേട്ട് തലയാട്ടിയിട്ട് തുടർന്നു. അതെ, അത് തികച്ചും ശരിയാണ്. നാം പ്രതീക്ഷിച്ചതും അതുതന്നെയല്ലേ? എന്താ, ശരിയല്ലേ? ഞാൻ കൗതുകത്തോടെ പൊയ്റോട്ടിൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. പൊയ്റോട്ടാകട്ടെ തൻ്റെ കസേരയിൽ പിന്നിലേക്ക് ചാഞ്ഞിരുന്ന് കണ്ണുകൾ പാതിയടച്ച് കൈവിരലിൻ്റെ അഗ്രങ്ങളെ പരസ്പരം കൂട്ടിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു ദീർഘനിശ്വാസം എടുത്തിട്ട് അദ്ദേഹം തലകുലുക്കി. എന്താണ് കാരണം? ഞാൻ ചോദിച്ചു. എൻ്റെ പ്രിയ സുഹൃത്ത് ഹേസ്റ്റിങ്സിനെ കുറിച്ചുള്ള മധുരമായ ഓർമ്മകളിലേക്കാണ് ഞാൻ പോയത്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് താങ്കളോട് സംസാരിച്ചിരുന്നു. അങ്ങ് അർജന്റീനയിൽ താമസിക്കുന്ന സുഹൃത്തിൻ്റെ കാര്യം. കുഴഞ്ഞുമറിഞ്ഞ ഒരു വലിയ കേസിൻ്റെ അന്വേഷണത്തിൽ തുടക്കം മുതൽ ഒടുക്കം വരെ അദ്ദേഹം എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു അന്ന് എന്നെ ഏറ്റവും അധികം സഹായിച്ചത്. അതെ, അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ എന്നെ മുന്നോട്ട് നയിച്ചു എന്ന് പറയുന്നതാണ് ശരി. അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളും നേരം പോക്കുകളും അക്ഷരാർത്ഥത്തിൽ ആ അന്വേഷണത്തിന് വേണ്ട വിലപ്പെട്ട തെളിവുകളായിരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൻ്റെ ഒരു നാൾ വഴി തന്നെ അദ്ദേഹം എഴുതി തയ്യാറാക്കിയിരുന്നു. തികച്ചും വിഡ്ഢിത്തങ്ങൾ നിറഞ്ഞ അഭിപ്രായ പ്രകടനങ്ങൾ പോലും പ്രയോജനകരമായിരുന്നു. സത്യത്തിലേക്കെത്താൻ എന്നെ സഹായിച്ചത് അദ്ദേഹത്തിൻ്റെ വിഡ്ഢിത്തങ്ങളായിരുന്നു എന്ന് പറയാനാവും. ഞാൻ അർത്ഥഗർഭമായി ഒന്ന് ചുമച്ചു. അതുപോലെ തന്നെ. അത്രയും പറഞ്ഞ് ഞാൻ നിർത്തി. പൊയ്റോട്ട് തൻ്റെ കസേരയിൽ മുന്നിലേക്ക് നിവർന്നിരുന്നു കൊണ്ട് ചോദിച്ചു, താങ്കൾ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത്? അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ വെട്ടിത്തിളങ്ങി. ക്യാപ്റ്റൻ ഹേസ്റ്റിങ്സിൻ്റെ വിവരണങ്ങളിൽ ചിലതെല്ലാം ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒന്ന് എന്തുകൊണ്ട് എനിക്കും എഴുതിക്കൂടാ എന്ന് ഞാൻ ചിന്തിച്ചു. ഇതുതന്നെയാണ് അവസരമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. ഞാനും അതുപോലെ എന്തെല്ലാമോ എഴുതി തയ്യാറാക്കി വെച്ചു. ഇത് പറയുമ്പോൾ ഞാൻ വല്ലാതെ വിയർക്കുന്നുണ്ടായിരുന്നു. വാക്കുകൾ എന്നിൽ നിന്നും പുറത്തേക്ക് വരാൻ വളരെ കഷ്ടപ്പെടുന്നത് പോലെ തോന്നി. പൊയ്റോട്ട് പെട്ടെന്ന് കസേരയിൽ നിന്നും എഴുന്നേറ്റ് ഫ്രഞ്ച് ശൈലിയിൽ എന്നെ ആലിംഗനം ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം ആ ശ്രമം പൊടുന്നനെ ഉപേക്ഷിച്ചു. ഹോ, ഇത് വളരെ അത്ഭുതകരമായിരിക്കുന്നു. താങ്കൾ ഈ കേസിനെക്കുറിച്ചുള്ള വിവരങ്ങൾ എഴുതി സൂക്ഷിച്ചിട്ടുണ്ടെന്നോ? ഞാൻ തലകുലുക്കി. ഒന്നാം തരം തന്നെ. ഇപ്പോൾ തന്നെ എനിക്കെല്ലാം കാണണം, ഈ നിമിഷം തന്നെ. എന്നാൽ പെട്ടെന്ന് തന്നെ അതെല്ലാം പൊയ്റോട്ടിന് നൽകാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാൻ. എനിക്ക് കുറച്ച് സമയം ആവശ്യമുണ്ട്, ഞാൻ പതുക്കെ പറഞ്ഞു. എന്തിനാണ് സമയം? താങ്കൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് വെറും ഫാൻറ്റസി മാത്രമായിരിക്കാം. അതിൽ കാര്യമൊന്നുമില്ല. ഹേസ്റ്റിങ്സും അങ്ങനെ തന്നെ ആയിരുന്നു. അദ്ദേഹം ഒരിക്കലും ഇത്ര വിനയത്തോടെ സംസാരിക്കാറില്ല എന്ന് മാത്രം. എന്നെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളെ അതിനപ്പുറത്തേക്ക് നോക്കി കാണാനാണ് ഇഷ്ടം. ഒരു നിമിഷം എന്തോ ആലോചിച്ച് നിന്നിട്ട് മേശയുടെ വലിപ്പ് തുറന്ന് അലസമായി അടുക്കി വെച്ചിരുന്ന ഒരു കെട്ട് കടലാസുകൾ ഞാൻ അദ്ദേഹത്തിന് നൽകി. ഭാവിയിൽ ഇതൊരു പുസ്തകമാക്കുക എന്ന ലക്ഷ്യത്തോடு തന്നെ ഞാൻ എൻ്റെ എഴുത്തുകളെ വിവിധ അധ്യായങ്ങളെ തരംതിരിച്ചിരുന്നു. കഴിഞ്ഞ രാത്രിക്ക് മുൻപായി റസ്സലിൻ്റെ വരവ് വരെയുള്ള കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് എല്ലാം അടുക്കും ചിട്ടയോടും തയ്യാറാക്കിയിരുന്നു. ഏതാണ്ട് 20 അധ്യായങ്ങളുണ്ടായിരുന്നു. അതെല്ലാം പൊയ്റോട്ടിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ പുറത്തേക്കിറങ്ങി. വളരെ അകലെയുള്ള ഒരു രോഗിയെ എനിക്ക് കാണേണ്ടതുണ്ടായിരുന്നു. ഏകദേശം രാത്രി 8 മണിയായപ്പോഴാണ് ഞാൻ തിരിച്ചെത്തിയത്. കരോലിൻ എനിക്കുള്ള ഭക്ഷണം ചൂടോടെ തന്നെ തയ്യാറാക്കി വെച്ചിരുന്നു. പൊയ്റോട്ടും കരോലിനും അത്താഴം ഒരുമിച്ചിരുന്ന് 7:30 തന്നെ കഴിക്കുകയും പിന്നീട് പൊയ്റോട്ട് എൻ്റെ വർക്ക് ഷോപ്പിൽ പോയിരുന്ന് ബാക്കിയുള്ള എൻ്റെ എഴുത്തുകൾ വായിക്കുകയാണെന്നും ഞാൻ മനസ്സിലാക്കി. ജെയിംസേ, നീ എന്നെക്കുറിച്ച് നിന്റെ കുറിപ്പുകളിൽ മോശമായിട്ടൊന്നും എഴുതിയിട്ടില്ലെന്ന് എനിക്ക് വിശ്വസിക്കാമല്ലോ? കരോലിൻ ചോദിച്ചു. ഞാൻ ആരെക്കുറിച്ചും ബോധപൂർവം ഒന്നും എഴുതിയിട്ടില്ലായിരുന്നു. ഞാൻ നിശബ്ദനായിരിക്കുന്നത് കണ്ടിട്ടാവാം, കരോലിൻ തുടർന്നു. അക്കാര്യത്തിൽ എനിക്ക് വേവലാതിയൊന്നുമില്ല. മിസ്റ്റർ പൊയ്റോട്ടിന് എന്നെ നന്നായി മനസ്സിലാകും. നീ മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതൽ അദ്ദേഹം എന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ വർക്ക്ഷോപ്പിലേക്ക് ചെന്നു. ജനാലയുടെ സമീപത്താണ് പൊയ്റോട്ട് ഇരിക്കുന്നത്. എൻ്റെ കൈയെഴുത്ത് പ്രതി നന്നായി അടുക്കി തൊട്ടടുത്ത കസേരയിൽ വെച്ചിരിക്കുന്നു.
അതിനു മുകളിൽ തൻ്റെ കൈപ്പത്തി ഊന്നിക്കൊണ്ട് അദ്ദേഹം സംസാരിച്ചു തുടങ്ങി. ഞാൻ താങ്കളെ അഭിനന്ദിക്കുന്നു. എൻ്റെ സുഹൃത്ത് ഹേസ്റ്റിങ്സിൻ്റെ എഴുത്തിനേക്കാൾ ഇത് മനോഹരമായിരിക്കുന്നു. ഓരോ പേജുകളിലും നിരവധി തവണ താങ്കൾ ഞാൻ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ എന്താണ് ചെയ്തത്? ഞാൻ എന്താണ് ചിന്തിച്ചത്? നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തെ ഇതിൽ പ്രതിഫലിപ്പിക്കുന്നു. തികച്ചും സത്യസന്ധമായതും നീതിബോധമുളവാക്കുന്നതുമാണ് ഈ കുറിപ്പുകൾ. ഇതെല്ലാം താങ്കൾക്ക് പ്രയോജനകരമാണോ? തീർച്ചയായും. ഞാൻ തീർത്തു പറയുന്നു, ഈ കുറിപ്പുകൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ വിലപ്പെട്ടത് തന്നെയാണ്. പൊയ്റോട്ട് നിർദ്ദേശിച്ചതനുസരിച്ച് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലമായ ലാർഷ്യസിലേക്ക് പോകാനിറങ്ങി. കരോലിൻ ഹാളിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. കരോലിനെ കൂടി ലാർഷ്യസിലേക്ക് ക്ഷണിക്കുമെന്ന് അവൾ പ്രതീക്ഷിച്ചു. ഇത് മനസ്സിലാക്കിയ പൊയ്റോട്ട് തന്ത്രപൂർവ്വം ആ സാഹചര്യത്തെ മറികടന്നു. നിങ്ങളും അവിടെ ഉണ്ടായിരുന്നാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് ബുദ്ധിപരമല്ല. ഈ രാത്രിയിൽ അവിടെ എത്തുന്നവരെല്ലാം സംശയിക്കപ്പെടുന്നവരാണ്. അവരിൽ നിന്നും മിസ്റ്റർ അക്രോയിഡിൻ്റെ യഥാർത്ഥ കൊലയാളി ആരാണെന്ന് ഞാൻ കണ്ടെത്തും. നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ സംശയത്തോടെ പൊയ്റോട്ടിനോട് ചോദിച്ചു. നിങ്ങൾക്ക് കാണാൻ കഴിയാത്തത് എനിക്ക് കാണാനാവും. നിങ്ങൾ ഇതുവരെയും ഹെർക്കൂൾ പൊയ്റോട്ട് ആരാണെന്ന് മനസ്സിലാക്കിയിട്ടില്ലെന്ന് സാരം. അദ്ദേഹം അല്പം ഗൗരവത്തിലാണ് ഇത്രയും പറഞ്ഞത്. ഈ സമയത്ത് ഉർസുല ഗോവണിപ്പടി ഇറങ്ങി താഴേക്ക് വന്നു. നീ തയ്യാറായില്ലേ എൻ്റെ കുട്ടി? ശരി, വളരെ നല്ലത്. നമുക്കൊന്നിച്ചെൻ്റെ വീട്ടിലേക്ക് പോകാം. തുടർന്ന് അദ്ദേഹം കരോലിന് നേരെ തിരിഞ്ഞു. മാഡം കരോലിൻ, എന്നെ വിശ്വസിക്കുക. നിങ്ങളുടെ വിലപ്പെട്ട സേവനങ്ങളെ ഞാൻ എന്നും മാനിക്കും. ഗുഡ് ഈവനിങ്. ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. പാവം കരോലിനാകട്ടെ ഞങ്ങളെയും നോക്കി വാതിൽപ്പടിയിൽ തന്നെ ദുഃഖിതയായി നിൽക്കുന്നു. അവളുടെ ആ നിൽപ്പ് കണ്ടാൽ പുറത്തേക്കിറങ്ങാൻ ഭാവിച്ച നായയോട് പോകരുതെന്ന് യജമാനൻ കൽപ്പിച്ചപ്പോൾ എങ്ങനെയായിരിക്കുമോ അതിൻ്റെ മുഖഭാവം, അതേമാതിരിയായിരുന്നു. ലാർഷ്യസിലെ ഇരിപ്പും ഒരു തയ്യാറാണ്. മേശപ്പുറത്ത് നിരവധി ഫ്രൂട്ട് സിറപ്പുകളും ഗ്ലാസും അടുക്കി വെച്ചിരിക്കുന്നു. ഒരു പ്ലേറ്റിൽ ബിസ്ക്കറ്റുകൾ നിറച്ചിട്ടുണ്ട്. മറ്റു മുറികളിൽ നിന്നും നിരവധി കസേരകൾ അവിടേക്ക് കൊണ്ടുവന്ന് നിരത്തിയിട്ടിരുന്നു. പൊയ്റോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വീണ്ടും എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തി. പ്രകാശം വേണ്ട വിധത്തിൽ എത്താത്ത ഒരിടത്തേക്ക് ഒരു കസേര വലിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇരിപ്പിടം ഉറപ്പിച്ചു. എതിർവശത്തുള്ള കസേരകളിലേക്ക് ആവശ്യത്തിന് പ്രകാശം ഉറപ്പിക്കും വിധം വിളക്കുകൾ ക്രമീകരിച്ചു. അതിനെതിർവശം, അതായത് പൊയ്റോട്ട് ഇരിക്കുന്ന ഭാഗം, തികച്ചും ഇരുളിൽ തന്നെ ആണ്ടുകിടന്നു. ഉർസുലയും ഞാനും അദ്ദേഹത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. ഈ സമയം ഒരു ബെല്ല് ശബ്ദിച്ചു. അവരെല്ലാം എത്തിയിട്ടുണ്ട്. വളരെ നല്ലത്. എല്ലാവരും കൃത്യത പാലിച്ചിരിക്കുന്നു, പൊയ്റോട്ട് പറഞ്ഞു. വാതിൽ തുറന്നപ്പോൾ തന്നെ ഫെൻലിയിൽ നിന്നും എത്തിയവർ മുറിയിലേക്ക് തള്ളിക്കയറി. പൊയ്റോട്ട് മുന്നോട്ട് വന്ന് മിസ്സിസ് അക്രോയിഡിനെയും ഫ്ലോറയെയും അഭിവാദ്യം ചെയ്തു. തുടർന്ന് മേജർ ബ്ലെൻഡിനെയും റെയ്മണ്ടിനെയും അഭിവാദ്യം ചെയ്തു. റെയ്മണ്ട് തൻ്റെ സ്വതസിദ്ധമായ ഫലിത ശൈലിയിൽ ചോദിച്ചു, എന്തെങ്കിലും പരീക്ഷണത്തിനുള്ള തയ്യാറെടുപ്പാണോ? ശാസ്ത്രീയമായി കുറ്റം തെളിയിക്കുന്ന വല്ല മെഷീനുമുണ്ടോ? ഞങ്ങളുടെ കൈത്തണ്ടയിൽ വാച്ച് പോലുള്ള ഉപകരണം ഘടിപ്പിച്ചിട്ട് ഹൃദയമിടിപ്പ് നിരീക്ഷിച്ച് കുറ്റം തെളിയിക്കാനാണോ? അങ്ങനെ ഒരു കണ്ടുപിടുത്തം ഉണ്ടായതായി കേൾക്കുന്നുണ്ട്. റെയ്മണ്ട് ഉറക്കച്ചിരിച്ചു. ശരിയാണ്, നിങ്ങളുടെ ഹൃദയമിടിപ്പ് രേഖപ്പെടുത്താൻ തന്നെയാണ്. എന്നാൽ എൻ്റെ വഴി ഇപ്പോഴും പഴയത് തന്നെ. ഞാൻ ഉപയോഗിക്കുന്നത് പഴഞ്ചൻ രീതികൾ തന്നെ. ഞാനിപ്പോഴും പ്രവർത്തിക്കുന്നത് എൻ്റെ ചെറിയ ബുദ്ധി ഉപയോഗിച്ച് തന്നെ. ശരി, നമുക്ക് തുടങ്ങാം. ആദ്യമായി എനിക്ക് നിങ്ങളോടെല്ലാവരോടും ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുണ്ട്. അദ്ദേഹം ഉർസുലയുടെ കൈപിടിച്ച് മുന്നോട്ട് നീക്കി നിർത്തി. ഈ യുവതി മിസ്സിസ് റാൽഫ് പേറ്റൺ ആണ്. കഴിഞ്ഞ മാർച്ചിൽ ക്യാപ്റ്റൻ റാൽഫ് പേറ്റൺ ഇവളെ വിവാഹം ചെയ്തു. മിസ്സിസ് അക്രോയിഡിൻ്റെ ശരീരത്തു നിന്നും ഒരു ശീൽക്കാര ശബ്ദം പുറത്തേക്ക് ചാടി. റാൽഫ് വിവാഹിതനായെന്നോ? കഴിഞ്ഞ മാർച്ചിലോ? ഓഹ്, ഇത് തികച്ചും അസംബന്ധം തന്നെ. അവനിത് ചെയ്യാൻ എങ്ങനെ കഴിഞ്ഞു? മിസ്സിസ് അക്രോയിഡ് ഉർസുലയുടെ നേരെ പകയോടെ നോക്കി. മുൻപൊരിക്കൽ പോലും അവളെ കണ്ടിട്ടില്ലാത്തൊരു ഭാവം. ബോണിനെ വിവാഹം കഴിച്ചെന്നോ? മിസ്റ്റർ പൊയ്റോട്ട്, ഞാനിത് വിശ്വസിക്കാൻ പോകുന്നില്ല, അവർ ശബ്ദമുയർത്തി പറഞ്ഞു. ഉർസുല സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഫ്ലോറ ഇടപെട്ടു. ഫ്ലോറ അവളുടെ അടുത്തേക്ക് ചെന്ന് കൈ കൊടുത്തു. നീ ഞങ്ങളെ തികച്ചും അമ്പരിപ്പിച്ച് കളഞ്ഞിരിക്കുന്നു. ഇങ്ങനെയൊരു കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. നീയും റാൽഫും ഈ രഹസ്യം വിദഗ്ധമായി ഒളിപ്പിച്ചു വെച്ചു. എനിക്ക് അതിയായ സന്തോഷം തോന്നുന്നു, ഫ്ലോറ പറഞ്ഞു. ഫ്ലോറ, നീ വളരെ ദയാലുവാണ്. നിനക്ക് എന്നോട് കോപിക്കാനുള്ള എല്ലാ അവകാശവുമുണ്ട്. റാൽഫ് നിന്നെ അത്രമാത്രം വിഷമിപ്പിച്ചിരിക്കുന്നു. ഉർസുല ശബ്ദം താഴ്ത്തി പ്രതികരിച്ചു. നീ അതോർത്ത് വിഷമിക്കേണ്ട, ഫ്ലോറ അവളെ തലോടിക്കൊണ്ട് പറഞ്ഞു. റാൽഫ് ചെയ്തത് തന്നെയാണ് ശരി. അവൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിലും ഇതുതന്നെ ചെയ്യുമായിരുന്നു. അവൻ ആ രഹസ്യം എന്നിൽ നിന്ന് പോലും മറച്ചു വെച്ചത് ശരിയായില്ല. അവനെ ഞാൻ വെറുതെ വിടില്ല. പൊയ്റോട്ട് പതുക്കെ മേശപ്പുറത്തടിച്ച് ശബ്ദമുണ്ടാക്കി. അദ്ദേഹം തൻ്റെ തൊണ്ട ഒന്നുകൂടി ശരിയാക്കി. ബോർഡ് മീറ്റിംഗ് തുടങ്ങുകയാണ്.
ഫ്ലോറ പറഞ്ഞു. മിസ്റ്റർ പൊയ്റോട്ട് നൽകിയ സൂചന എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇനി സംസാരിക്കാൻ പാടില്ല എന്നാണ്. പക്ഷേ ഞാൻ ഒരു കാര്യം മാത്രം ചോദിച്ചോട്ടെ, എവിടെയാണ് റാൽഫ്? മറ്റാർക്കും അറിയത്തില്ലെങ്കിലും നിനക്ക് തീർച്ചയായും അവൻ എവിടെയുണ്ടെന്നറിയാം. എനിക്കറിയില്ല. ഞാനും ഇരുട്ടിൽ തപ്പുകയാണ്. അതാണ് സത്യം. ഉർസുല കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ന്യൂസ് പേപ്പർ പറയുന്നത് അദ്ദേഹത്തെ ലിവർപൂളിൽ വെച്ച് പോലീസ് പിടിച്ചെന്നാണല്ലോ, റെയ്മണ്ട് ചോദിച്ചു. അവൻ ലിവർപൂളിൽ ഇല്ലായിരുന്നു, പൊയ്റോട്ട് പ്രതികരിച്ചു. അത് സത്യമാണ്. അയാൾ എവിടെയുണ്ടെന്ന് ആർക്കും അറിയില്ല, ഞാൻ പറഞ്ഞു. ഹെർക്കൂൾ പൊയ്റോട്ടിനൊഴികെ, റെയ്മണ്ട് ഒരു കുസൃതി ചിരി പാസാക്കി. പൊയ്റോട്ട് തികച്ചും ഗൗരവത്തിൽ മറുപടി പറഞ്ഞു. എനിക്കറിയാം എല്ലാ കാര്യങ്ങളും, അത് ഓർമ്മ വേണം. റെയ്മണ്ട് നെറ്റിച്ചൊളിച്ചു. എല്ലാ കാര്യങ്ങളും അറിയാമെന്നോ? ഓ, എത്ര ഗംഭീരമായിരിക്കുന്നു. നിങ്ങൾക്ക് പറയാനാവുമോ എവിടെയാണ് റാൽഫ് പേറ്റൺ ഒളിച്ചിരിക്കുന്നതെന്ന്? ഞാൻ അല്പം പരുഷമായി തന്നെ റെയ്മണ്ടിനോട് ചോദിച്ചു. നിങ്ങൾ ഊഹിച്ച് പറയാനാണ് പറയുന്നത്. ഞാൻ ശരിക്കും അയാൾ എവിടെയുണ്ടെന്ന് അറിയാനാണ് ശ്രമിക്കുന്നത് സുഹൃത്തെ. ക്രാഞ്ചസ്റ്ററിലുണ്ടോ? ഞാൻ തർക്കിച്ചു. ഇല്ല, ഒരിക്കലുമില്ല, പൊയ്റോട്ട് തറപ്പിച്ച് പറഞ്ഞു. അദ്ദേഹം കൂടുതലായി ഒന്നും പറഞ്ഞില്ല. എന്നാൽ എല്ലാവരും അവരവരുടെ സീറ്റിലിരിക്കാൻ ആംഗ്യം കാണിച്ചു. എല്ലാവരും അവരവരുടെ സീറ്റിലിരുന്ന സമയത്ത് തന്നെ വാതിൽ തുറന്ന് 2 പേർ കൂടി അകത്തേക്ക് വന്നു. അവർ വാതിലിന് സമീപത്ത് തന്നെ ഇരുന്നു. അത് പാർക്കറും വീട്ടുസൂക്ഷിപ്പുകാരിയുമായിരുന്നു. അങ്ങനെ എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നു, പൊയ്റോട്ട് പറഞ്ഞു. പൊയ്റോട്ടിൻ്റെ ശബ്ദത്തിൽ സംതൃപ്തിയുടെ അലകൾ കാണാനാകുമായിരുന്നു. എന്നാൽ ആ ശബ്ദം കേട്ട മാത്രയിൽ തന്നെ അപ്പുറത്ത് കൂടിയിരുന്നവരുടെ മുഖത്താകെ പരിഭ്രമം പടരുന്നതും ഞാൻ ശ്രദ്ധിച്ചു. ഒരു കുടുക്കിൽപ്പെട്ട പ്രതീതിയായിരുന്നു അവരുടെ എല്ലാവരുടെയും മുഖത്ത് നിഴലിച്ചത്. പൊയ്റോട്ട് ഒരു പേപ്പർ എടുത്ത് തുറക്ക വായിച്ചു. മിസ്സിസ് അക്രോയിഡ്, മിസ് ഫ്ലോറ അക്രോയിഡ്, മേജർ ബ്ലെൻറ്റ്, മിസ്റ്റർ ജോഫ്രി റെയ്മണ്ട്, മിസ്സിസ് റാൽഫ് പേറ്റൺ, ജോൺ പാർക്കർ, എലിസബത്ത് റസൽ. തുടർന്ന് ആ പേപ്പർ മേശപ്പുറത്ത് വെച്ചു. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? റെയ്മണ്ട് തുടങ്ങി വെച്ചു. ഞാൻ ഈ പേരുകളൊന്ന് വായിച്ചെന്നേ ഉള്ളൂ. സംശയിക്കപ്പെടുന്ന വ്യക്തികളുടെ പേരുകളാണിതെല്ലാം. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളിൽ ആർക്ക് വേണമെങ്കിലും മിസ്റ്റർ അക്രോയിഡിനെ കൊലപ്പെടുത്താം. അതിനുള്ള അവസരമുണ്ടായിരുന്നതാനും. മിസ്സിസ് അക്രോയിഡ് അലറി വിളിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റു. എനിക്കിതൊന്നും കേൾക്കേണ്ട. ഞാനിത് ഇഷ്ടപ്പെടുന്നില്ല. എനിക്കിപ്പോൾ തന്നെ വീട്ടിലേക്ക് പോകണം. നിങ്ങൾക്കുടനെ വീട്ടിലേക്ക് പോകാനാവില്ല മിസ്സിസ് അക്രോയിഡ്. എനിക്ക് പറയാനുള്ളത് കേൾക്കുന്നതുവരെ നിങ്ങളിവിടെ ഉണ്ടാകണം, പൊയ്റോട്ട് കർക്കശ സ്വരത്തിലാണ് പറഞ്ഞത്. ഒരു നിമിഷം എന്തോ ആലോചിച്ച് തൻ്റെ ശബ്ദം ക്രമപ്പെടുത്തിയിട്ട് പൊയ്റോട്ട് തുടർന്നു. ഞാൻ തുടക്കം മുതൽ തന്നെ പറഞ്ഞു തുടങ്ങാം. മിസ് ഫ്ലോറ എന്നോട് ഈ കേസ് ഏറ്റെടുത്ത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട ഉടൻ തന്നെ ഞാൻ എൻ്റെ പ്രിയ സുഹൃത്തായ ഡോക്ടർ ഷെപ്പേർഡുമൊത്ത് ഫെൻലി പാർക്കിലെത്തി. ഞാൻ ഡോക്ടർക്കൊപ്പം ടെറസിൽ നടക്കുകയും ജനാലപ്പടിയിലെ കാൽപ്പാടുകൾ കാണുകയും ചെയ്തു. പിന്നീട് ഇൻസ്പെക്ടർ റഗുലാൻ എന്നെ അവിടുത്തെ വഴിയിലൂടെ മുന്നോട്ട് കൊണ്ടുപോയി. ആ വഴി പ്രധാന വഴിയിലേക്കുള്ള ഒരു എളുപ്പമാർഗമായിരുന്നു. ഈ സമയം അവിടെയുണ്ടായിരുന്ന ഒരു ചെറിയ ഔട്ട് ഹൗസിൽ എൻ്റെ കണ്ണുകളുടക്കി. ഞാൻ അവിടെ നിന്ന് സസൂക്ഷ്മം പരിശോധിച്ചു. എനിക്ക് അവിടെ നിന്നും 2 സാധനങ്ങൾ കിട്ടി. കേംബ്രിക് തുണിയുടെ ഒരു കഷ്ണവും പാത്തയുടെ ഉപയോഗിച്ചതിന് ശേഷം വലിച്ചെറിഞ്ഞ ഒരു തൂവലും. ആ കേംബ്രിക് തുണിക്കഷ്ണം ഒരു വേലക്കാരിയുടെ മേൽവസ്ത്രത്തിൻ്റെ ഭാഗമാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഇൻസ്പെക്ടർ റഗുലാൻ ആ വീട്ടിലെ മുഴുവൻ ആൾക്കാരുടെയും ഒരു ലിസ്റ്റ് തയ്യാറാക്കിയത് എന്നെ കാണിച്ചിരുന്നു. അവർ ഓരോരുത്തരും കൃത്യം നടന്നുവെന്ന് സംശയിക്കുന്ന സമയത്ത് എന്തെടുക്കുകയായിരുന്നുവെന്നും സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ഉർസുല ബോൺ ഈ സമയത്ത് എന്താണ് ചെയ്തിരുന്നതെന്ന് വ്യക്തമാക്കിയിരുന്നില്ല. അവൾ തന്നെ പറഞ്ഞ കഥയനുസരിച്ചാണെങ്കിൽ 9:30-നും 10-നും ഇടയ്ക്ക് അവൾ അവളുടെ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നുവെന്നാണ്. പക്ഷേ ഈ സമയത്ത് അവർ ഞാൻ കണ്ട ഔട്ട് ഹൗസിലായിരുന്നുവെന്ന് ചിന്തിച്ചു നോക്കിയാലോ? അങ്ങനെയെങ്കിൽ അവർ അവിടേക്ക് പോയത് മറ്റാരുമായോ കൂടിക്കാഴ്ച നടത്തുന്നതിന് വേണ്ടി ആയിരിക്കണം. ഈ സമയത്ത് പുറത്തുനിന്നും ഒരപരിചിതനായ വ്യക്തി ഫെൻലി പാർക്കിലേക്ക് ആ രാത്രിയിൽ എത്തിയിരുന്നുവെന്ന് ഞാൻ ഡോക്ടർ ഷെപ്പേർഡിൽ നിന്നും മനസ്സിലാക്കി. ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ചാൽ പുറത്തുനിന്നും എത്തിയ ആ അപരിചിതൻ ഔട്ട് ഹൗസിലെത്തിയത് ഉർസുല ബോണിനെ കാണുന്നതിനാണെന്ന് നമുക്ക് ചിന്തിക്കാം. അപരിചിതനായ അയാൾ ഔട്ട് ഹൗസിൽ എത്തിയിരുന്നു എന്നതിൻ്റെ തെളിവാണ് പാത്തയുടെ തൂവൽ. ഈ തൂവൽ കൈവശം വെച്ചിരുന്ന വ്യക്തി തീർച്ചയായും മയക്കുമരുന്നിന് അടിമയായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കി. സ്നോ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇത്തരം മയക്കുമരുന്ന് ഉപയോഗം അറ്റ്ലാന്റിക്കിൻ്റെ അങ്ങേ പകുതിയിൽ യുവാക്കളിൽ സജീവമാണ്. ഡോക്ടർ ഷെപ്പേർഡ് ഫെൻലിയുടെ ഗേറ്റിൽ കണ്ടുമുട്ടിയ അപരിചിതൻ്റെ സംസാര ശൈലിയും ഏതാണ്ട് അമേരിക്കൻ ശൈലിയായിരുന്നതിനാൽ അക്കാര്യം ഞാൻ ഉറപ്പിച്ചു. എന്നാൽ കാര്യങ്ങൾക്ക് അവിടെയും ഒരു വ്യക്തത വരുന്നില്ല. ഒരിക്കലും ശരിയാകുന്നില്ല. ഉർസുല ബോൺ 9:30-ന് മുൻപ് ഔട്ട് ഹൗസിലേക്ക് പോയിട്ടില്ല.
അങ്ങനെയെങ്കിൽ അവിടെ എത്തിയ അപരിചിതൻ 9 മണിക്ക് മുൻപേ എത്തിയിട്ടുണ്ടാവണം. അയാൾ അവിടെ അരമണിക്കൂറോളം കാത്തിരിക്കുകയും ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെയെങ്കിൽ 2 സമയങ്ങളിലായി 2 സന്ദർശനങ്ങൾക്ക് ഔട്ട് ഹൗസ് വേദിയായിട്ടുണ്ടാവണമെന്ന് ഞാൻ ചിന്തിച്ചു. ഈയൊരു ചിന്തയുമായി തന്നെ ഞാൻ മുന്നോട്ട് പോവുകയും അതിനെ സാധൂകരിക്കുന്ന നിരവധി തെളിവുകൾ കണ്ടെത്തുകയും ചെയ്തു. അന്ന് രാവിലെ മിസ് റസൽ ഡോക്ടർ ഷെപ്പേർഡിനെ അദ്ദേഹത്തിൻ്റെ ക്ലിനിക്കിൽ കാണാൻ ചെല്ലുകയും മയക്കുമരുന്നിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുന്ന മരുന്നുകൾ വല്ലതുമുണ്ടോ എന്ന് അന്വേഷിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ എനിക്കൊരു കാര്യം ബോധ്യമായി. അന്ന് രാത്രിയെ ഫെൻലിയിലെത്തിയ അപരിചിതൻ ഉർസുലയെ കാണാനല്ല എത്തിയതെന്നും മറിച്ച് മിസ് റസലിനെ ആയിരുന്നുവെന്നും. അങ്ങനെയെങ്കിൽ ഉർസുല ബോൺ ഔട്ട് ഹൗസിലെത്തിയത് ആരെ കാണുന്നതിനായിരിക്കണം? ഈ സംശയത്തിനുള്ള ഉത്തരം എനിക്ക് വളരെ വേഗം തന്നെ കിട്ടി. ആദ്യം എനിക്ക് കിട്ടിയത് ഒരു വിവാഹമോതിരമാണ്. അതിനുള്ളിൽ 6 എന്ന് രേഖപ്പെടുത്തിയിരുന്നു. ഒരു തീയതിയും ഉള്ളിൽ കുത്തിവെച്ചിരുന്നു. പിന്നീട് ഞാൻ മനസ്സിലാക്കി, കൃത്യം 9:25 റാൽഫ് പേറ്റൺ ഫെൻലിയിലെ ഔട്ട് ഹൗസിലേക്കുള്ള വഴിയിലൂടെ നടന്നു വന്നിരുന്നുവെന്ന്. അതുമാത്രവുമല്ല, ഫെൻലിക്കടുത്തുള്ള വനത്തിൽ വെച്ച് റാൽഫ് പേറ്റണും തികച്ചും അപരിചിതയായ ഒരു പെൺകുട്ടിയും തമ്മിൽ രഹസ്യ സംഭാഷണം നടന്നിട്ടുള്ളതായും ഞാൻ മനസ്സിലാക്കി. ഈ വസ്തുതകളെല്ലാം നിരത്തിവെച്ച് ഞാൻ ഒരു നിഗമനത്തിലെത്തി. ഒരു രഹസ്യ വിവാഹം നടന്നിട്ടുണ്ട്. ഈ ദുരന്തം നടന്ന ദിവസം തന്നെ ഒരു വിവാഹ നിശ്ചയത്തിൻ്റെ തീയതിയും കുറിക്കപ്പെട്ടിരിക്കുന്നു. മാത്രവുമല്ല, അസ്വാഭാവികമായും തർക്കങ്ങൾ നിറഞ്ഞതുമായ ഒരു വാഗ്വാദം കാട്ടിൽ വെച്ച് നടന്നിരിക്കുന്നു. അന്ന് രാത്രിയിൽ തന്നെ ഔട്ട് ഹൗസിൽ ഒരു കൂടിക്കാഴ്ചയും നടന്നിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും ചേർത്ത് വായിക്കുമ്പോൾ യാദൃച്ഛികമായിട്ടാണെങ്കിലും എനിക്കൊരു കാര്യം വ്യക്തമായി. ഉർസുല ബോണിനും റാൽഫ് പേറ്റണിനും തങ്ങളുടെ വഴിയിൽ തടസ്സമായി നിൽക്കുന്ന അക്രോയിഡിനെ ഒഴിവാക്കണമെന്ന് ആഗ്രഹിക്കുക സ്വാഭാവികമാണ്. പിന്നീട് ഒരു കാര്യം കൂടി സംശയത്തിന് ഇട നൽകാത്ത വിധം എനിക്ക് ബോധ്യമായത്, അന്ന് രാത്രി 9:30 മണിക്ക് സ്റ്റഡി റൂമിൽ വെച്ച് മിസ്റ്റർ അക്രോയിഡുമായി സംസാരിച്ചത് റാൽഫ് പേറ്റൺ ആയിരുന്നില്ല എന്നതുമാണ്. അങ്ങനെയെങ്കിൽ ഈ കൊലപാതകത്തിലേക്ക് നയിച്ച ഏറ്റവും താല്പര്യമുളവാക്കുന്നതും പ്രധാനപ്പെട്ടതുമായ ഒരു ചോദ്യത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. 9:30 മണിക്ക് അക്രോയിഡിനോടൊപ്പം മുറിയിലുണ്ടായിരുന്നത് ആരാണ്? റാൽഫ് പേറ്റൺ അല്ല. അയാൾ ആ സമയത്ത് തൻ്റെ ഭാര്യയോടൊപ്പം ഔട്ട് ഹൗസിലുണ്ടായിരുന്നു. ചാൾസ് കെൻറ്റും ആയിരുന്നില്ല. അയാൾ 9:30 മണിക്ക് മുൻപ് തന്നെ അവിടം വിട്ടുപോയിരുന്നു. അപ്പോൾ പിന്നെ ആരാണ്? ഞാൻ എൻ്റെ ഏറ്റവും ബുദ്ധിപരമായ ആ ചോദ്യം ചോദിക്കുകയാണ്. ആരെങ്കിലും ആ സമയം അക്രോയിഡിനൊപ്പം ഉണ്ടായിരുന്നോ? പൊയ്റോട്ട് അല്പം മുന്നോട്ട് ചാഞ്ഞ് തൻ്റെ അവസാനത്തെ ചോദ്യം ചോദിച്ചിട്ട് കസേരയിലിരുന്നു. പിന്നീട് പിന്നിലേക്ക് ചാഞ്ഞിരുന്ന് ഏവരെയും നിരീക്ഷിച്ചു. റെയ്മണ്ട് ഒരു ചെറു പ്രതിഷേധം പ്രകടിപ്പിച്ചു. ഞാൻ കള്ളം പറയുക ആയിരുന്നുവെന്ന് അങ്ങ് ചിന്തിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല മിസ്റ്റർ പൊയ്റോട്ട്. ഞാൻ പറഞ്ഞതിനെ മാത്രം ആശ്രയിച്ച് താങ്കൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടതില്ല. മേജർ ബ്ലെൻറ്റും ആ വാക്കുകൾ കേട്ടതാണ്. മിസ്റ്റർ അക്രോയിഡ് മറ്റാരുമായോ സംസാരിക്കുന്നത് അദ്ദേഹം കേട്ടിരിക്കുന്നു. അദ്ദേഹം ആ സമയത്ത് ടെറസിന് മുകളിലായിരുന്നതിനാൽ അക്രോയിഡിൻ്റെ സംസാരം വ്യക്തമായി കേട്ടിട്ടില്ലെന്ന് മാത്രം. പൊയ്റോട്ട് തലകുലുക്കി. ഞാൻ അക്കാര്യം മറന്നിട്ടില്ല. മേജർ ബ്ലെൻറ്റ് വിചാരിച്ചത് അക്രോയിഡ് സംസാരിക്കുന്നത് താങ്കളോടാണെന്നാണ്. പെട്ടെന്ന് റെയ്മണ്ട് നിശബ്ദനായി. അമ്പരപ്പിൽ നിന്നും സ്വയം മോചിതനായ അയാൾ പിന്നീട് പറഞ്ഞു, ബ്ലെൻറ്റിന് നല്ല ബോധ്യമുണ്ട് അദ്ദേഹത്തിന് തെറ്റുപറ്റിയതാണെന്ന്. തീർച്ചയായും, ബ്ലെൻറ്റ് ശരിവെച്ചു. അങ്ങനെ ചിന്തിക്കാൻ ബ്ലെൻറ്റിന് കാരണങ്ങൾ വേറെയുമുണ്ട്. പൊയ്റോട്ടൊന്ന് നിർത്തി. ഇല്ല ഇല്ല എന്ന് ബ്ലെൻറ്റ് കൈ ഉയർത്തി ഉറക്കെ പറഞ്ഞു. താങ്കൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് എനിക്കറിയാം. പക്ഷേ അത് പോരല്ലോ. നമുക്ക് സത്യത്തിലേക്ക് എത്തേണ്ടതുണ്ട്. ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ എന്നെ ഏറ്റവും സ്വാധീനിച്ചത് ആ വാക്കുകളാണ്. മിസ്റ്റർ റെയ്മണ്ട് കേട്ടെന്ന് പറയുന്ന ആ വാക്കുകളുടെ പ്രത്യേകതയാണ്. എന്നെ ഏറ്റവും കൂടുതൽ അന്താളിപ്പിച്ചത് ആ വാക്കുകളെക്കുറിച്ച് പിന്നീട് മറ്റാരും തന്നെ ഒന്നും പറയാതിരുന്നതാണ്. ഒരു നിമിഷം പൊയ്റോട്ട് നിശബ്ദനായ ശേഷം തുടർന്നു. എന്നോട് തുടർച്ചയായി പണം ചോദിക്കുന്നുണ്ട്. എന്നാൽ താങ്കളുടെ ആഗ്രഹം നിവർത്തിച്ചു തരാൻ എനിക്കാവുമോ എന്ന് സംശയമുണ്ട്. ആ വാക്കുകൾ താങ്കളിൽ യാതൊരു അമ്പരപ്പും ഉണ്ടാക്കിയില്ലേ? എനിക്കങ്ങനെ തോന്നിയില്ല. അദ്ദേഹം പലപ്പോഴും കത്തെഴുതുമ്പോൾ ഇതേ വാചകങ്ങൾ എനിക്ക് പറഞ്ഞു തരാറുള്ളതാണ്. തീർച്ചയായും അതിലേക്കെത്താനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് സംസാരിക്കുമ്പോൾ ഇത്തരം വാചകങ്ങൾ ഉപയോഗിക്കാറുണ്ടോ? രണ്ടുപേർ തമ്മിലുള്ള സംഭാഷണത്തിൽ ഇങ്ങനെ പ്രയോഗിക്കുന്നത് അസാധ്യമാണ്. അങ്ങനെയെങ്കിൽ അദ്ദേഹം ആർക്കെങ്കിലും എഴുതാനുള്ള കത്തിലെ വാചകങ്ങൾ വായിക്കുകയായിരുന്നോ? താങ്കൾ ഉദ്ദേശിക്കുന്നത് അക്രോയുടെ ഏതെങ്കിലും കത്ത് ഉറക്കെ വായിക്കുകയായിരുന്നുവോ എന്നാണോ? റെയ്മണ്ട് ചോദിച്ചു. എന്തുകൊണ്ടങ്ങനെ ആയിക്കൂടാ? ആ മുറിയിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നതായി യാതൊരു തെളിവും നമുക്കില്ല.
അക്രോയിഡിൻ്റെ ശബ്ദമല്ലാതെ മറ്റാരുടെയും ശബ്ദം ആ മുറിയിൽ നിന്നും കേട്ടിട്ടുമില്ല. ഓർക്കുന്നില്ലേ? ഒരിക്കലും ഒരു മനുഷ്യനും അത്തരം കത്തുകൾ ഉറക്കെ വായിക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ചെയ്യണമെങ്കിൽ അയാൾക്ക് തലയ്ക്ക് സുഖമില്ല എന്ന് വേണം കരുതാൻ. നിങ്ങളെല്ലാവരും ഒരു കാര്യം മറന്നുപോയിരിക്കുന്നു. തൊട്ട് മുമ്പത്തെ ബുധനാഴ്ച അപരിചിതനായ ഒരാൾ ഫെൻലിയിൽ എത്തിയിരുന്നെന്ന കാര്യം. പൊയ്റോട്ട് ശാന്ത സ്വഭാവത്തിലാണത് പറഞ്ഞത്. എല്ലാവരും അദ്ദേഹത്തെ തുറിച്ചു നോക്കി. പൊയ്റോട്ട് അതൊന്നും കാര്യമാക്കാതെ തുടർന്നു. അതെ, ബുധനാഴ്ച തന്നെ. ആ മനുഷ്യൻ അത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരാളല്ല. എന്നാൽ അയാളെ പ്രതിനിധാനം ചെയ്യുന്ന സ്ഥാപനം അതെനിക്ക് താല്പര്യമുണ്ടാക്കുന്ന ഒന്നായിരുന്നു. ഡിക്റ്റാഫോൺ കമ്പനി. ഇപ്പോൾ ഞാനത് ഓർക്കുന്നു. താങ്കൾ ഉദ്ദേശിച്ചത് അത് തന്നെയല്ലേ? റെയ്മണ്ട് ചോദിച്ചു. പൊയ്റോട്ട് തലകുലുക്കി. താങ്കൾ ഓർക്കുന്നില്ലേ മിസ്റ്റർ അക്രോയിഡ് ഒരു ഡിക്റ്റാഫോൺ വാങ്ങുന്നതിന് താല്പര്യം കാണിച്ചിരുന്ന കാര്യം? ആ കമ്പനി എന്നിലെ ജിജ്ഞാസയെ ഉണർത്തി. ഞാൻ അക്കാര്യം അന്വേഷിച്ചു. അവരുടെ പ്രതിനിധിയിൽ നിന്നും അക്രോയിഡ് ഡിക്റ്റാഫോൺ വാങ്ങിയിരുന്നു എന്നാണ് അവർ മറുപടി തന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് മിസ്റ്റർ അക്രോയിഡ് അക്കാര്യം താങ്കളിൽ നിന്നും മറച്ചു വെച്ചതെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ എന്നെ അത്ഭുതപ്പെടുത്താനായിട്ടായിരിക്കും. കുട്ടികളെപ്പോലെ മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്ന തരത്തിൽ അദ്ദേഹം എപ്പോഴും പെരുമാറാറുണ്ട്. 1-2 ദിവസം അത് മറച്ചു വയ്ക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ടാവാം. ഒരു പുതിയ കളിപ്പാട്ടം കുട്ടികൾ ആസ്വദിക്കുന്നത് പോലെ അദ്ദേഹം അത് ആസ്വദിച്ചിട്ടുണ്ടാവാം. അങ്ങനെയാകാനാണ് സാധ്യത. താങ്കൾ പറഞ്ഞത് സത്യമാണ്. സാധാരണ സംഭാഷണത്തിൽ ഒരിക്കലും ഒരാൾ പോലും അങ്ങനെ സംസാരിക്കുമെന്ന് തോന്നുന്നില്ല. ഞാൻ അക്കാര്യം കൂടുതൽ വിശദമാക്കാം. പൊയ്റോട്ട് തുടർന്നു. മേജർ ബ്ലെൻഡ് ചിന്തിച്ചത് നിങ്ങളായിരിക്കും അക്രോയിഡിനോടൊപ്പം സ്റ്റഡി റൂമിലെന്നാണ്. കാരണം അക്രോയിഡ് ആർക്കോ അയക്കാനുള്ള കത്തിലെ വാചകങ്ങൾ താങ്കൾക്ക് പറഞ്ഞു തരുന്നത് പോലെയാണ് ബ്ലെൻഡിനത് കേട്ടപ്പോൾ തോന്നിയത്. ഈ സമയം അദ്ദേഹത്തിൻ്റെ ബോധമനസ്സ് മറ്റൊന്നിൽ ഉടക്കി നിൽക്കുകയായിരുന്നു. ഒരു വെളുത്ത രൂപം ഇരുളിൽ ചെടികൾക്കിടയിലൂടെ നീങ്ങുന്നത് ബ്ലെൻഡ് ഈ സമയം കണ്ടു. അത് ഫ്ലോറ ആയിരിക്കുമെന്നാണ് ബ്ലെൻഡ് ചിന്തിച്ചത്. എന്നാൽ യഥാർത്ഥത്തിൽ അത് ഉർസുലയായിരുന്നു. അവൾ ധരിച്ചിരുന്നത് വെളുത്ത മേൽവസ്ത്രമായിരുന്നു. ഔട്ട് ഹൗസിൽ നിന്നും മടങ്ങി വന്നതായിരുന്നു അവൾ. തുടക്കത്തിലുണ്ടായിരുന്ന അമ്പരപ്പിൽ നിന്നും റെയ്മണ്ട് ക്രമേണ മോചിതനായി. അയാൾ പറഞ്ഞു, എന്തെല്ലാം പറഞ്ഞാലും താങ്കളുടെ കണ്ടെത്തലുകൾ അത്ഭുതകരം തന്നെ. ഇങ്ങനെയൊന്നും ഒരിക്കലും ഞാൻ ചിന്തിച്ചിരുന്നില്ല. അപ്പോൾ കൃത്യം 9:30 മണിക്ക് മിസ്റ്റർ അക്രോയിഡ് ജീവനോടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹം ഡിക്റ്റാഫോണിൽ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ചാൾസ് കെന്റ് ആ സമയത്തിന് മുൻപ് തന്നെ അവിടെ നിന്നും പോയിരിക്കുന്നു. അപ്പോൾ പിന്നെ റാൽഫ് പേറ്റൺ. റെയ്മണ്ട് പൂർത്തിയാക്കാതെ നിർത്തി. എന്നിട്ട് ഉർസുലയെ നോക്കി. അവളുടെ മുഖം പെട്ടെന്ന് കറുത്തു. എങ്കിലും അവൾ വ്യക്തമായ മറുപടി നൽകി. 9:45 മണിക്ക് തന്നെ ഞാനും റാൽഫും പിരിഞ്ഞിരുന്നു. അവൻ ഒരിക്കലും ഫെൻലിയുടെ അടുത്തേക്ക് പോയിട്ടില്ല. എനിക്കക്കാര്യം ഉറപ്പിച്ച് പറയാനാവും. അങ്ങനെ ചെയ്യണമെന്ന് അവൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. വളർത്തച്ഛനെ കാണാനുള്ള ധൈര്യം അവനില്ലായിരുന്നു. നിങ്ങൾ പറയുന്ന കഥകളെ ഞാൻ സംശയിച്ചതല്ല. ക്യാപ്റ്റൻ പേറ്റൺ അത്തരമൊരു കൃത്യം ചെയ്യുകയില്ലെന്ന് എനിക്കുറപ്പുണ്ട്. പക്ഷേ കോടതി നടപടികളെക്കുറിച്ചുകൂടി നാം ചിന്തിക്കേണ്ടതുണ്ട്. അവിടെ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ പ്രസക്തമാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നില തികച്ചും പരിതാപകരമാണ്. അദ്ദേഹം പുറത്തേക്ക് വന്നില്ലെങ്കിൽ കാര്യങ്ങൾ കുഴപ്പമാകും. പൊയ്റോട്ട് ഇടയ്ക്ക് കയറി ചോദിച്ചു. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതാണ് അല്ലേ? റാൽഫ് പ്രത്യക്ഷപ്പെടണം. തീർച്ചയായും. റാൽഫ് എവിടെയുണ്ടെന്ന് അങ്ങേക്കറിയാമെങ്കിൽ. എല്ലാ കാര്യങ്ങളും എനിക്കറിയാമെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. ആ ടെലിഫോൺ സംഭാഷണത്തിൻ്റെ രഹസ്യം, ജനൽപ്പടികളിൽ കണ്ട കാൽപ്പാടുകളുടെ രഹസ്യം, റാൽഫ് പേറ്റൺ ഒളിച്ചിരിക്കുന്ന സ്ഥലം. എവിടെയാണവൻ? ബ്ലെൻഡ് കർക്കശ സ്വരത്തിൽ ചോദിച്ചു. അത്ര അകലെയൊന്നുമല്ല. പൊയ്റോട്ട് പുഞ്ചിരിച്ചു. ക്രാഞ്ചസ്റ്ററിലാണോ? ഞാൻ ചോദിച്ചു. പൊയ്റോട്ട് എൻ്റെ നേരെ തിരിഞ്ഞു. നിങ്ങളെല്ലാം ഇപ്പോഴും ക്രാഞ്ചസ്റ്റർ എന്ന പേര് തന്നെ ചോദിക്കുന്നു. അങ്ങനെയൊരു തോന്നൽ നിങ്ങളുടെ തലയിൽ ഉറച്ചുപോയതാണ്. അല്ല, ക്രാഞ്ചസ്റ്ററിലല്ല. ദാ അവിടെ. പൊയ്റോട്ട് തികച്ച നാടകീയമായി തൻ്റെ ചൂണ്ടുവിരൽ വാതിലിലേക്ക് ചൂണ്ടിക്കാണിച്ചു. എല്ലാ കണ്ണുകളും അങ്ങോട്ട് തിരിഞ്ഞു. റാൽഫ് പേറ്റൺ വാതിക്കൽ നിൽക്കുന്നു.